Thomas. Thomas. You've been calling me for so long, and now that I'm here, you won't speak with me. Oh, my Lord, please forgive me. My faith had left me. Forgive me. അനന്തരം യേശു തോമസിനോട് പറഞ്ഞു, Come closer. No, Master, need no proof. Come. നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. I believe. എന്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായി ഇരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും AD 52 നവംബർ 21 ഭാരതത്തിൻ്റെ പ്രഥമ അപ്പസ്തോലൻ മാർ തോമാ ശ്ലീഹ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചുറ്റി സഞ്ചരിച്ച അദ്ദേഹം 7 പള്ളികൾ സ്ഥാപിക്കുകയും സുവിശേഷം പ്രഘോഷിക്കുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ പാത പിന്തുടർന്ന ശിഷ്യന്മാർ പ്രാർത്ഥനകൾക്കായി മലമുകൾ തിരഞ്ഞെടുത്തു എന്നത് എല്ലാ വിശ്വാസികൾക്കും അറിവുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വിശ്വാസത്തെ ജ്വലിപ്പിക്കുവാൻ ഉചിതമായ വ്യക്തികളിലൂടെ ദർശനങ്ങളും കാലങ്ങളായി നമുക്ക് നൽകപ്പെടുന്നു. 1940 പേരാമ്പ്ര പള്ളി വികാരിയായിരുന്ന വലിയ വീട്ടിൽ അന്തപ്പനച്ഛന് ഒരു ദർശനമുണ്ടായി. കനകമലയിൽ ഒരു തീഗോളം. എന്നാൽ അതൊന്നിനെയും ചുട്ട് ചാമ്പലാക്കുന്നില്ല. ആ അത്ഭുത പ്രതിഭാസത്തിൻ്റെ ഉറവിടം തേടി അച്ഛനും വിശ്വാസികളും മല കയറി. കനകമലയുടെ ചരിത്രം അവിടെ തുടങ്ങുന്നു. മലമുകളിലെ പാറയിൽ AD 1 നൂറ്റാണ്ടോളം പഴക്കമുണ്ടെന്ന് തോന്നുന്ന കരിങ്കല്ലിൽ കൊത്തിയ കുരിശ് അച്ഛനും വിശ്വാസികളും കണ്ടു. പ്രകാശത്തിൻ്റെ ഉറവിടം അവിടുന്നാണെന്ന് മനസ്സിലാക്കിയ അന്തപ്പനച്ഛൻ അവിടെ തോമാ ശ്ലീഹ പ്രാർത്ഥിക്കാനായി തിരഞ്ഞെടുത്ത സ്ഥലമാണെന്ന് മനസ്സിലാക്കുകയും അവിടെ ഒരു മരക്കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. ആ വർഷം തന്നെ കുരിശുമുടിയിലേക്ക് തീർത്ഥാടനം ആരംഭിച്ചു. 1941 കുരിശു കണ്ട സ്ഥലത്ത് താൽക്കാലികമായി ഒരു കപ്പേള സ്ഥാപിച്ചു. AD 52 മാർത്തോമാ ശ്ലീഹ കൊടുങ്ങല്ലൂർ കപ്പലിറങ്ങി 7 പള്ളികൾ സ്ഥാപിച്ചു എന്നാണല്ലോ പരമ്പരാഗതമായ നമ്മുടെ വിശ്വാസം. മാർത്തോമാ ശ്ലീഹ ഈ പള്ളികൾ സ്ഥാപിക്കുന്നതിനിടയ്ക്ക് മല കയറി പ്രാർത്ഥിക്കുന്ന രീതി അവലംബിച്ചിരുന്നു. ക്രിസ്തു ശിഷ്യനായതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് മല കയറി പ്രാർത്ഥിക്കുന്ന രീതി ശ്ലീഹ അവലംബിച്ചിരുന്നത്. കനകമലയിൽ ശ്ലീഹ പ്രാർത്ഥിച്ചിരുന്നു എന്ന വിശ്വാസ പാരമ്പര്യത്തിന് കുറേ കൂടി അടിസ്ഥാനമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം കൊടുങ്ങല്ലൂർ കപ്പലിറങ്ങിയ ശ്ലീഹായ്ക്ക് അന്ന് അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന മലയാണ്
കനകമല. ശ്ലീഹ കനകമലയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെയുള്ള വിശ്വാസികൾ പരമ്പരാഗതമായി വിശ്വസിക്കുന്നത്. 1940 കനകമല ഉൾപ്പെടുന്ന പേരാമ്പ്ര ഇടവകയിലെ വികാരിയച്ഛൻ മലമുകളിൽ കണ്ട ഒരു വലിയ പ്രകാശമാണ് ഈ ഒരു വിശ്വാസത്തിന് കുറേ കൂടി ആഴവും പരപ്പുമുണ്ടാകാനുള്ള പ്രധാന കാരണം. അന്നത്തെ പേരാമ്പ്ര പള്ളി വികാരിയായിരുന്ന വലിയ വീട്ടിൽ അന്തപ്പനച്ചൻ ഒരാഴ്ചയോളം മലമുകളിൽ കണ്ട വലിയ പ്രകാശം, അതിൻ്റെ ഉറവിടം തേടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സഹവികാരിയും ഇടവക ജനങ്ങളും മല കയറി പ്രകാശം കണ്ട സ്ഥലത്ത് വന്നപ്പോൾ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി. AD 1-ാം നൂറ്റാണ്ടോളം പഴക്കമുണ്ടെന്ന് കരുതുന്ന കരിങ്കലിൽ കുത്തിയ ഒരു കുരിശ് അവരവിടെ കാണുകയും ഇത് ശ്ലീഹ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ കൊത്തിവെച്ച കുരിശാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ആ വർഷം തന്നെ അവിടെ അവർ ഒരു മരക്കുരിശ് സ്ഥാപിച്ച് തീർത്ഥാടനം ആരംഭിച്ചു. 1941 കനകമല കുരിശുമുടിയിലേക്കുള്ള വഴിയിൽ 14 കുരിശുകൾ, മരക്കുരിശുകൾ സ്ഥാപിച്ച് എല്ലാ വർഷവും അതൊരു തീർത്ഥാടനമാക്കി അവർ മാറ്റാൻ തുടങ്ങി. പിന്നീട് ആ വിശ്വാസം വർദ്ധിച്ചു. ഒത്തിരി ജനങ്ങൾ മല കയറി പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക. മലമുകളിൽ പ്രാർത്ഥിച്ച് ഇറങ്ങി വരുന്നവർക്ക് മലയുടെ അടിവാരത്തുള്ള പള്ളിയിൽ നേർച്ച ഭക്ഷണം കൊടുക്കുന്ന പതിവ് വളരെ നേരത്തെ തന്നെ ഇവിടുത്തെ വിശ്വാസികൾ ആരംഭിച്ചിരുന്നു. 1965 ഇപ്പോൾ നമ്മൾ കാണുന്ന മനോഹരമായ കൊച്ചു ദേവാലയം കനകമല കുരിശുമുടിയിൽ ബഹുമാനപ്പെട്ട ഭാഗ്യസ്മരണാർഹനായ ആൻ്റണി ചെറിയത്തച്ഛൻ സ്ഥാപിക്കുകയുണ്ടായി. മനോഹരമായി കൊച്ചു ദേവാലയം പണിയാൻ ഈ നാട്ടിലുള്ള ജനങ്ങളൊക്കെ കല്ലും മണ്ണും ചുമന്ന് മലമുകളിലെത്തുകയും മലമുകളിൽ ഈ കൊച്ചു പള്ളി പണിത് മാർത്തോമാ ശ്ലീഹായുടെ തിരുസ്വരൂപം വെച്ച് അവർ പ്രഥമ ബലിയർപ്പിച്ചുകൊണ്ട് ശ്ലീഹായുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മലമുകളിൽ ഇന്ന് കാണുന്ന ഈ കൊച്ചു പള്ളി തീർച്ചയായും അനേകർക്ക് വലിയ പ്രകാശമായി നിലകൊള്ളുന്നു. നമുക്കതിൽ അഭിമാനിക്കാം. മാർത്തോമാ ശ്ലീഹായിലുള്ള വിശ്വാസം ഇവിടുത്തെ ജനങ്ങൾക്ക് കുറേ കൂടി വർദ്ധിക്കാനായി ഈ കൊച്ചുപള്ളി കാരണമായി തീർന്നു. പിന്നീട് നിരവധി തീർത്ഥാടകർ കനകമല സന്ദർശിക്കുകയും നാനാജാതി മതസ്ഥരായ തീർത്ഥാടകർ ഉപവസിച്ച് ജാഗരണ പ്രാർത്ഥന നടത്തി മാർത്തോമാ ശ്ലീഹായോടുള്ള മാധ്യസ്ഥം യാചിച്ചതിൻ്റെ ഫലമായി ഒത്തിരി അത്ഭുതങ്ങൾ മലമുകളിൽ സാക്ഷ്യപ്പെടുത്താൻ ഇടവരികയും ചെയ്തു. എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന നിരവധി തീർത്ഥാടകർ മലമുകൾ സന്ദർശിക്കാറുണ്ട്. രാവിലെ 11 മണിക്ക് വെള്ളിയാഴ്ചകളിൽ മലമുകളിൽ വിശുദ്ധ കുർബാനയും മാർത്തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പ് വണക്കവും പതിവുള്ളതാണ്. ഈ തീർത്ഥാടനത്തിൻ്റെ ഒരു ശക്തി വെള്ളിയാഴ്ചകളിലാണ് ഏറ്റവും അധികം പ്രകടമാകുന്നത്. ഈ തീർത്ഥാടന നാളുകളിൽ എല്ലാ ദിവസവും, അതായത് നോമ്പുകാലം ആരംഭിച്ച അന്ന് മുതൽ തീർത്ഥാടനം കഴിയുന്നവരെ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് വിശുദ്ധ കുർബാനയും മാർത്തോമാ ശ്ലീഹായോടുള്ള കൊച്ചു നൊവേനയും അതിനോടനുബന്ധിച്ച് ശ്ലീഹായുടെ തിരുശേഷിപ്പ് വണക്കവും നടത്തി വരുന്നു. ഭക്തരുടെ പ്രധാന വഴിപാട് തോമാ ശ്ലീഹായ്ക്ക് പൂമാല ചാർത്തലാണ്. ശ്ലീഹ കനകമലയിലെത്തിയപ്പോൾ അക്കാലത്തെ നാട്ടുപ്രമാണികൾ തോമാ ശ്ലീഹായെ പൂമാല ചാർത്തി സ്വീകരിച്ചതിൻ്റെ
സ്മരണയെന്ന വിധമാണ് പൂമാല ചാർത്തൽ പാരമ്പര്യം ഇന്നും തുടരുന്നതെന്നാണ് ഐതിഹ്യം. അമ്പത് 60 കാലഘട്ടങ്ങളിലാണ് കാനാനപ്പള്ളിയിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിരുന്നത്. അന്ന് കൊച്ചുകാരിക്കുമ്പോൾ 6-7 വയസ്സ് മുതൽ കാരണന്മാരെ കൈപിടിച്ച് പള്ളിയിലെ ആവശ്യങ്ങൾക്ക് പോകാറുണ്ടായിരുന്നു. ധാരാളം ജനക്കൂട്ടം പെരുന്നാൾ ദിവസം, പിന്നെ ചൊവ്വാഴ്ച ദിവസം വളരെയധികം ആൾക്കാർ വന്ന് നേർച്ച കർമ്മങ്ങളൊക്കെ ചെയ്യും. പിന്നെ തുള്ളൽ ചാടലും പരിപാടികളുണ്ടായിരുന്നു. അങ്ങനെ മടങ്ങി പോകുമ്പോൾ കോപമോക്ഷങ്ങളൊക്കെ കിട്ടിയെന്നും പറഞ്ഞ് അവർ വളരെ ഇങ്ങോട്ട് വരുമ്പോൾ വളരെ മുഷിഞ്ഞു വന്ന ആൾക്കാർ, മാനസികമായിട്ട് മുഷിഞ്ഞു വന്നവർ അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ വളരെയധികം ആനന്ദത്തിലും സന്തോഷത്തിലും പോകുമായിരുന്നു. ദൂരദിക്കിൽ നിന്ന് വരെ ആൾക്കാർ വരുമായിരുന്നു. കാളവണ്ടിയാണ് അന്നത്തെ മുഖ്യ വാഹനം. വടക്കോട്ട് പാലക്കാട് ജില്ല തുടങ്ങി തെക്കോട്ട് എറണാകുളം വരെ ആൾക്കാർ വരുമായിരുന്നു. കാരണം ഈ 2 ജില്ലകളിൽ നിന്നും ഇവിടെ കാർഷിക വിഭവങ്ങൾ കച്ചവടം ചെയ്യാൻ ആൾക്കാർ വന്നിരുന്നു. അവരിൽ നിന്നും ഇവിടുത്തെ പ്രത്യേകത അറിഞ്ഞ് കേട്ടവർ പെരുന്നാൾ ദിവസവും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ധാരാളം വന്നിരുന്നു. വളരെ അന്ന് ഈ നേർച്ചയൊക്കെ പൈസ നോട്ടുണ്ടായിരുന്നില്ല, പൈസകളായിരുന്നു. 1-2 വലിയ നേർച്ചപ്പെട്ടികൾ ദിവസം നിറഞ്ഞ് സീൽ വെച്ച് കൊണ്ടുപോകുന്നത്. വലിയ മുള തോളിയിൽ വെച്ച് 4 ആൾ നിൽക്കും. 2 ആളുടെ ചുമല് കഴിക്കുമ്പോൾ 2 ആൾ എടുക്കും. അങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ കണ്ണിയിൽ കണ്ടിട്ടുണ്ട്. അത് കൂടുതൽ നടന്ന 50-60 കാലഘട്ടങ്ങളിലാണ്. ആ കുറച്ച് കാലമാണ് വളരെയധികം പ്രശസ്തി എന്നത്. പിന്നീട് പല ധ്യാനകേന്ദ്ര പ്രാർത്ഥനാലയങ്ങളൊക്കെ വന്നപ്പോൾ ഇവിടുത്തെ കുറച്ച് കുറഞ്ഞു വന്നു എന്ന് മാത്രം. ഈ പെരുന്നാൾ ദിവസം ഇങ്ങനെ ജനം കൂടണമെന്ന് വളരെ ഭയഭക്തി ബഹുമാന ആദരവോടു കൂടിയാണ് ജനങ്ങൾ വന്നിരുന്നത്. ഒരു മുട്ടുസൂചി പോലും താഴ്ത്തു വീണറിയാം. എല്ലാവർക്കും വളരെ ഭയഭക്തിയായിരുന്നു. പിന്നെ ധാരാളം ആൾക്കാർ ഈ മലയിലെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ ചുറ്റുവശമുള്ള 5-10 കിലോമീറ്റർ അകലെ നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും വരുമായിരുന്നു. അവരിവിടെ വന്ന് നേർച്ചയൊക്കെ ഇട്ട് മുത്തപ്പൻ്റെ അനുഗ്രഹം മേടിച്ചിട്ടാണ് അന്ന് മലയിലേക്ക് കയറി പോവുക. കൂട്ടമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ 10-20 ആൾക്ക് ഒരു ലീഡർ ഉണ്ടാവും. പോകുമ്പോൾ പ്രാർത്ഥിക്കും, പൊന്നും കുരിശും മുത്തപ്പോ പൊന്മല കയറ്റം. അതുമാതിരി മലയുടെ മുകളിലൊക്കെ ചെന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങുമ്പോൾ പൊന്മല ഇറക്കം എന്നും പറഞ്ഞ് ജാതി മത ഭേദമന്യേ എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു. തിരുനാൾ ദിവസങ്ങളിലും ബാക്കി ചൊവ്വാഴ്ച ദിവസങ്ങളിലും ആൾക്കാർ നേർച്ചയായിട്ട് അരി കൊണ്ടുവച്ച് കഞ്ഞി ധർമ്മം കൊടുക്കാറുണ്ടായിരുന്നു. അത് ഇഷ്ടസന്താനങ്ങൾ കിട്ടുന്നതിന് വേണ്ടി അങ്ങനെ ദമ്പതിമാരും കാരണന്മാരും മക്കളില്ലാത്ത കാരണന്മാർ മക്കളെ കിട്ടുവാൻ വേണ്ടിയിട്ട് തുടർച്ചയായിട്ട് കഞ്ഞി വെച്ച് ധർമ്മം ചെയ്യാമായിരുന്നു. അത് ഇഷ്ടംപോലെ വന്ന് കുടിച്ച്, അന്ന് ചായ ഒന്നും കിട്ടാത്ത കാലം, മറ്റും ഭക്ഷണ സാധനങ്ങളൊന്നും കിട്ടാത്ത സമയത്ത് നേർച്ചയായിട്ട് ആൾക്കാർ ഉപയോഗിക്കാമായിരുന്നു. പിന്നെ പെരുന്നാൾ ദിവസം ഇവിടുന്ന് മലമുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ഇതുമില്ലാതെ കണ്ട് നിരനിരയായിട്ട് വൈകുന്നേരം വരെ ജനങ്ങൾ ഒരു പഴുതില്ലാതെ കണ്ട് അത്രമാത്രം ജനങ്ങൾ വന്നിരുന്നു. അത് കാൽനട ബസ്സൊന്നും ഇല്ലാത്ത അന്ന് കാലത്ത് കാൽനടയ്ക്കാണ് എത്തിയിരുന്നത്. പിന്നെ മുഖ്യ വാഹനമായിട്ട് വരുന്നവരൊക്കെ കൊണ്ടുവന്നിരുന്നത് കാളവണ്ടിയാണ്. കാളവണ്ടി ഇങ്ങനെ നിരനിരയായിട്ട് കിടക്കും. 1-2 ദിവസം ക്യാമ്പ് ചെയ്തിട്ടാണ് ജനങ്ങൾ തിരിച്ചു പോകുമായിരുന്നുള്ളൂ. കുടുംബമടക്കം വന്ന് പ്രാർത്ഥിച്ച് അവരിഷ്ടം സാധിച്ചു എന്നുള്ള, അല്ലെങ്കിൽ നിറവേറ്റി തരുന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് അവർ പോയിരുന്നത്. കുരിശുയാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിന്റെ ഓർമ്മയിൽ വന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്ന് പരിശുദ്ധനായ ശിമിയോൻ അന്ന് പ്രവചിച്ചു. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. ഈ ലോകത്തിലെ നിസ്സാര സങ്കടങ്ങൾ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു. ദുഃഖസമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവേ, സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെയും അങ്ങേ മാതാവിൻ്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തീർത്ഥാടകരായി എത്തുന്ന എല്ലാവർക്കും നേർച്ചക്കഞ്ഞി നൽകുന്ന ഒരു പതിവ് ഇവിടെ തുടർന്നു പോരുന്നു.
ഇവിടുത്തെ മറ്റൊരു പ്രധാന നേർച്ച തേനാണ്. ഈ തേൻ വിശ്വാസത്തോടെ കഴിക്കുന്നവർക്ക് ഒട്ടനവധി അത്ഭുത രോഗശാന്തിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ മകന് ജനിച്ചപ്പോൾ മുതൽ തന്നെ ഹാർട്ടിന് സംബന്ധമായും കിഡ്നി സംബന്ധമായും മലദ്വാര സംബന്ധമായും അസുഖങ്ങളുണ്ട്. ഒരുപാട് ഡോക്ടേഴ്സിനെ കേരളത്തിൽ തന്നെ പോയി കണ്ടിരുന്നു. ഒരിടത്തും ഞങ്ങൾക്കൊരു പ്രയോജനവും ഡോക്ടർമാർ ഒരു ഉറപ്പും തന്നിരുന്നില്ല. അതിനുശേഷമാണ് ഈ വർഗീസ് മൂലൻസൺ ഫൗണ്ടേഷൻ്റെ വകയായിട്ട് ഒരു ക്യാമ്പ് വഴി ഞങ്ങൾ ചെന്നൈയിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ എത്തിയത്. അവിടെ എൻ്റെ മകന് ഹൃദയ ശസ്ത്രക്രിയയ്ക്കും ഡോക്ടർമാർ ഒരു ഉറപ്പും പറഞ്ഞിരുന്നില്ല. അവസാനം 10% മാത്രമാണ് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഉറപ്പ് തന്നിരുന്നത്. അവസാനം ഞങ്ങൾ ഇവിടെ കനകമല ഇടവകയിലെ ജോൺ കവലക്കാട് വികാരിയച്ഛനെ വിളിച്ച് പറയുകയും, അന്ന് വിളിച്ചു പറയുമ്പോൾ ഒരു വെള്ളിയാഴ്ച കൂടിയായിരുന്നു. അന്ന് മലമുകളിലെ പ്രത്യേകമായ പ്രാർത്ഥനയും കുർബാനയും എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അന്ന് എല്ലാ ജനങ്ങളും എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥിച്ചതിൻ്റെയും ഞങ്ങൾ 7 ആഴ്ച മുടങ്ങാതെ കനകമല കയറാമെന്നുള്ള പ്രാർത്ഥന നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ എല്ലാം ഫലമായി ഞങ്ങളുടെ മകനെ ദൈവം ഞങ്ങൾക്ക് തിരികെ തന്നു. അതിനുവേണ്ടി എല്ലാവരോടും ദൈവത്തിനോടും നന്ദി പറയുകയാണ്. കനകമല മുത്തപ്പ പൊന്മുടികേറ്റം കനകമല മുത്തപ്പോ പൊന്മുടികേറ്റം കനകമല മുത്തപ്പോ പൊന്മുടികേറ്റം കനകമല മുത്തപ്പൻ്റെ തിരുപാദം തൊട്ടുവണങ്ങാൻ അടിയങ്ങൾ കുരിശുമേന്തി തിരുമല കയറി വരുന്നേ. കനകമല മുത്തപ്പൻ്റെ തിരുപാദം തൊട്ടുവണങ്ങാൻ അടിയങ്ങൾ കുരിശുമേന്തി തിരുമല കയറി വരുന്നേ. കനകമല മുത്തപ്പോ പൊന്മുടികേറ്റം കനകമല മുത്തപ്പോ പൊന്മുടികേറ്റം ഏഴര പതിറ്റാണ്ടിൻ മുൻപേ പൊൻപ്രഭയായി ഗിരിയുടെ മുകളിൽ വിശ്വാസ നിറവിൻ ജ്യോതി തനയർക്കേകിയ മുത്തപ്പോ. 7 പതിറ്റാണ്ടിൻ മുൻപേ പൊൻപ്രഭയായി ഗിരിയുടെ മുകളിൽ വിശ്വാസ നിറവിൻ ജ്യോതി തനയർക്കേകിയ മുത്തപ്പോ. മുത്തപ്പോ പൊന്മുടികേറ്റം മുത്തപ്പോ. മുത്തപ്പോ പൊന്മുടികേറ്റം മുത്തപ്പോ. കനകമല മുത്തപ്പോ പൊന്മുടികേറ്റം കനകമല മുത്തപ്പോ പൊന്മുടികേറ്റം കനകമല മുത്തപ്പൻ്റെ തിരുപാദം തൊട്ടുവണങ്ങാൻ അടിയങ്ങൾ കുരിശുമേന്തി തിരുമല കയറി വരുന്നേ. മിശിഹായുടെ സുവിശേഷത്താൽ സംസ്കൃതിയുടെ ഭാരതഭൂവിൻ ഇരുൾ നീക്കി നിത്യവെളിച്ചം ഞങ്ങൾക്കേകിയ മുത്തപ്പോ. മിശിഹായുടെ സുവിശേഷത്താൽ സംസ്കൃതിയുടെ ഭാരതഭൂവിൻ ഇരുൾ നീക്കി നിത്യവെളിച്ചം ഞങ്ങൾക്കേകിയ മുത്തപ്പോ. മുത്തപ്പോ പൊന്മുടികേറ്റം മുത്തപ്പോ. മുത്തപ്പോ പൊന്മുടികേറ്റം മുത്തപ്പോ. കനകമല മുത്തപ്പോ പൊന്മുടികേറ്റം കനകമല മുത്തപ്പോ പൊന്മുടികേറ്റം കനകമല
കൊടകരയിൽ നിന്നും 5 കിലോമീറ്ററും ചാലക്കുടിയിൽ നിന്ന് 9 കിലോമീറ്ററും സഞ്ചരിച്ചാൽ കനകമലയിൽ എത്തിച്ചേരാം. കനകമല നിവാസികളുടെ അനുഗ്രഹമായ സെയിന്റ് ആന്റണീസ് ദേവാലയം അവിടെ നമ്മെ സ്വാഗതം ചെയ്യും. ഈ ദേവാലയത്തിൻ്റെ പുറകിൽ നിന്നും ആരംഭിക്കുന്ന ഒന്നാം സ്ഥലം 1.25 കിലോമീറ്റർ മല കയറി 14-ാം സ്ഥലത്ത് അവസാനിക്കുമ്പോൾ യേശുവിൻ്റെ പീഡാനുഭവ ചരിത്രം ഓരോ വിശ്വാസിയും ഏറ്റെടുക്കുകയും സ്വന്തം പാപപരിഹാരത്തിനായി അത് സമർപ്പിക്കുകയും ചെയ്യുന്നു.